ഹലോ, ഇന്നൊരു സെയിൽ വീഡിയോ ആണ്. ഇന്നത്തെ സെയിൽ വീഡിയോനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ. ചെടി വാങ്ങിയിട്ടും അല്ലാണ്ടും ഒക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഇനി മുന്നോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ട് വേണേ. ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ്. എൻ്റെ അടുത്ത് വയലറ്റ് ഉണ്ട്, വേറൊരു 2 കളറുള്ള വേറൊരു ചെടിയുണ്ട് കേട്ടോ. വേറൊരു കളറുണ്ട് കേട്ടോ. ഓരോരോ തൈക്കും 50 രൂപയാണ്. നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഇതിൽ. ഇത് മിനിയേച്ചർ തെച്ചിയാണ്. ഈ മിനിയേച്ചർ തെച്ചി ഓരോന്നും 40 രൂപയ്ക്ക് നൽകും കേട്ടോ. ഇത്ര പോന്ന തൈകളായിരിക്കും 40 രൂപയ്ക്ക് നൽകുക. അതിൻ്റെ ചെറിയ പൂവില്ലാത്ത തൈ വേണമെങ്കിൽ 25 രൂപയ്ക്ക് നൽകാണ്ട് കേട്ടോ. ഇത്ര പോന്ന തൈകളായിരിക്കും 40 രൂപയ്ക്ക് നൽകുക. നിറയെ പൂവുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ്, പ്രത്യേക കെയറിങ് ഒന്നും വേണ്ട. ഇത് നല്ലൊരു വലിയ പൂവുണ്ടാവുന്ന ഒരു ചെടിയാട്ടോ. നിറയെ പൂവുണ്ടാവും ഇങ്ങനെ. ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈ ഇത്ര പോന്ന ഈ തൈ 40 രൂപയ്ക്ക് നൽകും കേട്ടോ. നിറയെ പൂവുണ്ടാവും, എപ്പോഴും വലിയ പൂവായിരിക്കും ഉണ്ടാവുക. ഇത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വേറെ ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ല ഞാൻ, അതാണ്. നല്ല ഭംഗിയാട്ടോ, ഡബിൾ കളറായിട്ടുള്ള. ഇതിനും ഒരു തൈക്ക് 50 രൂപയാണ്. പ്രത്യേക കെയറിങ് ഒന്നും വേണ്ട. നമ്മളെ വീടിൻ്റെ മുറ്റത്ത് എപ്പോഴും പൂവുണ്ടാവും. ഇതൊരു കുറ്റിച്ചെടിയാണ് കേട്ടോ, മഞ്ഞപ്പൂ ഉണ്ടാവുന്ന. ഇത്ര വലിയ ഈ തൈ ഞാൻ 30 രൂപയ്ക്ക് നൽകിയേ. ഇത് നല്ലോണം നിറയെ കമ്പുകളൊക്കെ ആയിട്ട് കുറ്റിച്ചെടിയായിട്ട് നിറയെ പൂവുണ്ടാവും. നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതിപ്പോൾ ഒരു സിംഗിൾ ഷൂട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് സിംഗിൾ പെറ്റൽ നമ്പ്യാർ വട്ട കേട്ടോ. ഇല കാണാണ്ട് പൂവുണ്ടാവും, നിറയെ പൂവുണ്ടാവും, കൊലയായിട്ട് നിറയെ മുട്ടുകൾ കണ്ടില്ലേ. കുറേ മുന്നേ പുഴു തിന്നിട്ട് ഇല ഒരു തീരെയില്ലായിരുന്നു. ഇലയൊക്കെ നശിച്ചു പോയി. ഇപ്പോൾ ഇലയൊക്കെ വന്ന് നിറയെ മുട്ടിട്ട് നിറയെ പൂവിട്ട്. ഇതിൻ്റെ വലിയ തൈ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് തരാൻ. പൂവിട്ടുകൊണ്ട് നിൽക്കുന്ന വലിയ തൈയാണ്. ആ വലിയ തൈ ഞാൻ 60 രൂപയ്ക്ക് നൽകും. എന്തിനാ ആ വലിയ തൈ കാണിച്ചു തരാം കേട്ടോ. നിറയെ പൂവുണ്ടാവും, നിറയെ പൂവുണ്ടാവും. പ്രത്യേക കെയറിങ് ഒന്നും വേണ്ട കേട്ടോ. ഇത് എപ്പീഷ്യൻ്റെ 3 കളറുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. എപ്പീഷ്യൻ്റെ 2 ചുവപ്പ് പൂവുണ്ടാവുന്നു. ഇത് ഈ പിങ്ക് ഇലൻ്റെ പിങ്ക് പൂവുണ്ടാവുന്നതാണ് കേട്ടോ. ഓരോരോ തൈക്കും 10 രൂപയുള്ള. ഇത് പിങ്ക് പൂവുണ്ടാവുന്നു. എപ്പീഷ്യ നമ്മൾ ലീഫാട്ടോ നോക്കാം. ലീഫിൻ്റെ കളർ ചേഞ്ച് നല്ല ഭംഗിയായിരിക്കും ലീഫ് കാണാൻ. ഇത് ഞാൻ പറഞ്ഞില്ല, സിംഗിൾ പെറ്റൽ നമ്പ്യാർ വട്ടം. ഇതാണ് കേട്ടോ നൽകാൻ. ഇത് ഞാൻ 60 രൂപയ്ക്ക്. ഈ ഹെൽത്തി ആയിട്ട് വലിയ ചെടിയാട്ടോ അത്. നിറയെ പൂവുണ്ട്, മുട്ടുമുണ്ട് കണ്ടില്ലേ. നിറയെ മുട്ട കണ്ടില്ല. അതിന് ഒന്നിച്ച് വിരിഞ്ഞ് നിൽക്കും. ഇല നമുക്ക് കാണൂല, അത്രയ്ക്കും പൂവുണ്ടാവും. ഇതൊക്കെ നാടൻ ചെടികളാട്ടോ. നമ്മളെ വീടിൻ്റെ മുറ്റത്ത് എപ്പോഴും പൂവുണ്ടാവും. പ്രത്യേകമായിട്ട് പരിപാലനമൊന്നും വേണ്ട. 19 അടിക്കേണ്ട, ഒന്നും വേണ്ട. താനേ പൂവുണ്ടായിക്കോളും. വേറെ എല്ലാ ചെടികൾക്കും, കുറച്ച് ഗമ്മുള്ള ചെടികൾക്കൊക്കെ നമ്മൾ 19 ഒക്കെ അടിച്ചെടുക്കണ്ടേ. ഈ നാടൻ ചെടികൾക്ക് അതൊന്നും വേണ്ട. ഇത് ഡബിൾ പെറ്റലാട്ടോ, അതിൻ്റെ നമ്പ്യാർ വട്ടത്തിൻ്റെ. അതിന് 60 രൂപയാണ്. അത് റോസ് പൂ ഉണ്ടാകുമ്പോൾ അതിനുണ്ടാവും കേട്ടോ പൂ. ഈ ചെമ്പരത്തി ഈ 60 രൂപയ്ക്ക് നൽകും കേട്ടോ. നിറയെ മുട്ടുമുണ്ട്, പൂവുണ്ട് കണ്ടില്ലേ. നല്ല കളറാണ്. ഇത് വെള്ളം മന്ദാരാണ്. മന്ദാര ഈ പൂവിട്ട തൈക്ക് 40 രൂപ കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു ചെമ്പരത്തി കേട്ടോ. നിറയെ പൂവുണ്ടാവും. ഈ ചെറിയ പൂവാണ്, മജന്ത കളറുള്ള. ഇതിനും 60 രൂപയാണ്. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ മഞ്ഞേൻ്റെ തൈ കേട്ടോ. 20 രൂപയ്ക്ക് നൽകും കേട്ടോ ഈ തൈ. നല്ല മധുരമാണ് ഇതിന്, പുളിയൊന്നുമില്ല. നമുക്ക് പഞ്ചസാര ഇടാണ്ട് തന്നെ കഴിക്കാം കേട്ടോ. പ്രത്യേക കെയറിങ് ഒന്നും വേണ്ട. ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുകളിലേക്ക് കയറ്റി ഇട്ടാൽ മതി. ഇത് മോൺസ്റ്ററിൻ്റെ. ഇതിൽ ഡിസൈൻ വന്ന് തുടങ്ങിയിട്ട് കേട്ടോ. ഈ തൈ ഞാൻ 30 രൂപയ്ക്ക് നൽകും.
ഇത് പ്ലാന്റ് മെച്ചഡായ ലീഫ് നിറയെ ഡിസൈനായിരിക്കും. നമുക്ക് ഒരു സ്റ്റിക്കിലും വളർത്താം, ഇങ്ങനെ ബുഷായിട്ടും വളർത്താം കേട്ടോ. സ്റ്റിക്കിൽ വളർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും. ഏതെങ്കിലും ചെറിയ മരത്തിൻ്റെ മുകളിലോ വീടിൻ്റെ മുറ്റത്തുള്ള എങ്ങനെ വേണേൽ വളർത്താം. ഇതൊരു ബാമ്പൂ ടൈപ്പ് ചെടിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. കണക്കാണില്ലേ ലീഫ് കാണാൻ. 40 രൂപയ്ക്ക് നൽകും കേട്ടോ. ഇതിൻ്റെ 25 രൂപേൻ്റെ 30 രൂപേൻ്റെ ഒക്കെ തൈയുണ്ട് കേട്ടോ. അതൊക്കെ സിംഗിൾ ഷൂട്ടായിരിക്കേ. ഇത് 3-4 ഷൂട്ടുണ്ട് കേട്ടോ. ലീഫ് കാണാൻ. ഇതിലധികം വെയിൽ വേണ്ട. അധികം വെയിലാകുമ്പോഴത്തെ ലീഫിനൊക്കെ ഒരു പരുപരുക്കതയായിരിക്കും. ഇതൊരു ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിൻ്റെ ഈ വലിയ തൈ ഞാൻ 20 രൂപയ്ക്ക് നൽകും കേട്ടോ. പൂവുണ്ടായിക്കഴിഞ്ഞാൽ കുറേ നിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വെള്ള കൊലകൊലയായിട്ടാണ് പൂവുണ്ടാവുക. ഉണ്ടായിക്കഴിഞ്ഞാൽ 3-4 മാസം നിൽക്കും. സ്മെല്ലൊന്നുമില്ല കേട്ടോ. ഈ ചെമ്പരത്തി കണ്ടില്ലേ, റോസ് പൂ വിരിഞ്ഞ മാതിരിയുള്ള, ഇതിനും 60 രൂപയ്ക്ക് നൽകും കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. നിറയെ പൂവുണ്ടാവും. നല്ല കടും ചുവപ്പിൽ തിക്കായിട്ടുള്ള ഇതളുകളാട്ടോ. ഇതും ഒരു ചെമ്പരത്തിയാണ്. ഈ ചെമ്പരത്തിയും 60 രൂപയ്ക്ക് നൽകും. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. നല്ല വലിയ പൂവാണ് ഇതിന്. വലിയ മൊട്ടാണ് കണ്ടില്ലേ അല്ലേ. ഇത് വെള്ളക്കൊന്നേൻ്റെ കുറച്ച് വലിപ്പമുള്ള തൈയാണ്. നല്ല ഭംഗിയാണ്. നമുക്ക് കുറ്റിയായിട്ട് നിർത്താം കേട്ടോ. 50 രൂപയാണ് ഈ വലിയ തൈക്ക്. ഇതിനും പ്രത്യേക പരിഗണനയൊന്നും വേണ്ട കേട്ടോ. വേഗം പൂവുണ്ടാവും. ഇത് ക്രോട്ടൺ ചെടീൻ്റെ അടിപൊളിയിലേ കാണാൻ. 40 രൂപയ്ക്ക് നൽകും കേട്ടോ. ഈ ചെടി എന്ത് ഭംഗിയല്ലേ കാണാൻ. ഒന്നും ചെയ്യണ്ട, നമുക്ക് പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യണ്ട. കുറച്ച് വെള്ളം കൊടുത്താൽ മതി. നല്ല വെയിൽ വേണം. നല്ല വെയിലുള്ളതിനനുസരിച്ചാണ് നല്ല ഭംഗി വരിക ലീഫിന്. ഇതിന് 40 രൂപയാണ്. അതിനും 40 രൂപ. ഒരു പരിപാലനവും വേണ്ട ഇതിനൊന്നും. കീടങ്ങളാക്രമണമില്ല, ഒന്നുമില്ല. കുറച്ച് വെള്ളം കൊടുക്കണം. നല്ല വെയിലും വേണം. നല്ല വെയിൽ ഉണ്ടായാൽ ലീഫ് ഇതിലും ഭംഗിയായിരിക്കും. എനിക്ക് കുറച്ച് വെയിലിൻ്റെ കുറവുണ്ട്. ഇവിടെ നിറയെ മരങ്ങളെ ചോലയാണ്. ഞാനൊരു വെയിലുള്ള ഭാഗം നോക്കി വെക്കുകയാണ്. ഇത് സ്നേക്ക് പ്ലാന്റ് കേട്ടോ. ഓരോ തൈകളും 20 രൂപയ്ക്ക് നൽകും. ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ട് എല്ലാം വയ്ക്കാം കേട്ടോ. നമുക്ക് നല്ല പോട്ടിലൊക്കെ ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ട് വെച്ചാൽ നല്ല ഭംഗിയാണ്. നനച്ചാലും നനച്ചില്ലെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല. ഇത് കോഴിപ്പൂവിൻ്റെ പൂവിട്ട വലിയ ഹെൽത്തി ആയിട്ടുള്ള വലിയ ചെടിയാട്ടോ. 30 രൂപയ്ക്ക് നൽകുക. ഈ പൂവിന് നല്ല വീതിയിൽ വരും. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് അരേലിയൻ്റെ 2 ചെടികളാട്ടോ. ഓരോരോ ചെടികളും 25 രൂപയ്ക്ക് നൽകും കേട്ടോ. ഇത് കൂട്ടായിട്ടുള്ള 2 ചെടികളാണ്. നല്ല വെയിലത്ത് വെക്കുമ്പോൾ ഗോൾഡൻ അരേലിയ ആയിട്ടോ. ഇത് പാർവതി, വയലറ്റ് പാർവതിയാണ്. 40 രൂപയ്ക്ക് നൽകും കേട്ടോ. പൂവിട്ടുകൊണ്ട് നിൽക്കുന്ന തൈയാണ്. പക്ഷേ ഇപ്പോൾ ഇതിൽ പൂവില്ല, മൊട്ടുണ്ട് കേട്ടോ. പൂവൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പൂവുണ്ടാവും. എപ്പോഴും പൂവുണ്ടാവും ഇതിലിങ്ങനെ. ഇതിന് പ്രത്യേക സീസണൊന്നുമില്ല. എല്ലായ്പ്പോഴും പൂവുണ്ടാവും. പ്രത്യേക കെയറിങ്ങും വേണ്ട. ഇത്തിരി വെയിൽ കുറഞ്ഞാലും പൂവുണ്ടാവും. ഇത് വാട്ടർ പ്ലാന്റ് ആണ്. മെക്സിക്കൻ സോഡ് എന്ന് പറഞ്ഞ ഒരു വാട്ടർ പ്ലാന്റ് ആട്ടോ. നിറയെ പൂവുണ്ടാവും. അങ്ങനെ വെള്ള ഓരോരോ തൈ 20 രൂപയ്ക്ക് നൽകും. ഇതും ഒരു ക്രോട്ടൺ ചെടിയാട്ടോ. ഇതിൻ്റെ ഓരോരോ തൈകൾ 30 രൂപയ്ക്ക് നൽകും കേട്ടോ. നല്ല ഭംഗിയാണ്. നല്ല വെയിൽ വേണം എല്ലാത്തിനും. ക്രോട്ടൺ ചെടിക്ക് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയും, ക്രോട്ടൺ ചെടിക്ക് നല്ല വെയിൽ വേണം, നല്ല വെയിൽ. ഇതും ഒരു ക്രോട്ടൺ ചെടി കേട്ടോ. ഓരോരോ തൈകളും 30 രൂപയ്ക്ക് നൽകും. ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. പണ്ടൊക്കെ നമ്മളെ വീടിൻ്റെ മുറ്റത്തൊക്കെ വരിയായിട്ട് ഇങ്ങനെ നട്ട് വെക്കുകയായിരുന്നു. ഇത് നമുക്ക് ബോർഡറിനൊക്കെ ഉപയോഗിക്കട്ടെ ഈ ക്രോട്ടൺ ചെടിയൊക്കെ. ഇത് ഡിഫൻ ബാച്ചിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈ കേട്ടോ. ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ട് എല്ലാം വയ്ക്കാം. ഈ വലിയ തൈ ഞാൻ 40 രൂപയ്ക്ക് നൽകും. കുറച്ച് നല്ല വലിയ തൈ കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ. ഇത് അഗ്ലോണിമ. ഒരു പോട്ട് നിറയെ കണ്ടില്ലേ, നല്ല ഭംഗിയില്ല. നമുക്ക് ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടും വയ്ക്കാം. ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈകൾ 40 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഒരു 5-6 ലീഫുള്ള, ഒരു 6ഓളം ലീഫുള്ള ഒരുവിധം വലിയ തൈയായിരിക്കും നിങ്ങൾക്ക് 40 രൂപയ്ക്ക് നൽകുക. കുറച്ച് വിലയുള്ള ചെടിയാട്ടോ അത്. ഇത് അരേലിയാണ്. അരേലിയൻ്റെ ഓരോരോ തൈകളും
20 രൂപയ്ക്ക് നൽകും കേട്ടോ. വെരിഗേറ്റഡ് അരിയിലേൻ്റെ ഇത് സിങ്കോണിയ കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ. ഇത് നമുക്ക് ഞാൻ 30 രൂപയ്ക്ക് ഓരോരോ തൈകളും നൽകും. ചെറിയ തൈ വേണ്ടവർക്ക് 20 രൂപയ്ക്ക് നൽകും കേട്ടോ. അത് സ്റ്റിക്കിലും അല്ലാതെയും വളർത്താം. ഇത് വേപ്പിൻ്റെ ചെടിയാട്ടോ. ആര്യവേപ്പിൻ്റെ 50 രൂപയ്ക്ക് ആ ചെടി നൽകും കേട്ടോ. ആര്യവേപ്പിൻ്റെ ചെടി. ഇത് ഒരു അഗ്ലോണിമയാട്ടോ. 20 രൂപയ്ക്ക് ഓരോരോ തൈകളും നൽകും. ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈകളാട്ടോ. എൻ്റെ അടുത്ത് കുറച്ചധികം തൈകളുണ്ട് ഇതിൻ്റെ, അതുകൊണ്ടാണ് 20 രൂപയ്ക്ക് നൽകുന്നത്. നമുക്കിതെല്ലാം വെക്കാനും സ്ഥലം വേണ്ടേ. നല്ല ഭംഗിയുള്ള ലീഫാണ്. ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് 10 രൂപയ്ക്ക് നൽകിയ നാടൻ ബാൾസത്തിൻ്റെ കട്ടിങ്സ് 6 കളറുണ്ട്. 6 കളറും ഓരോരോ കട്ടിങ്സിനും 10 രൂപ നിരക്കിൽ നൽകും കേട്ടോ. ഇത് ക്രോട്ടൺ ചെടിയാണ്. ഹെൽത്തി ആയിട്ടുള്ള തൈ 30 രൂപയ്ക്ക് നൽകും. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ആ പച്ചയെല്ലാം കൂടെ ഇനി മെറൂണും മഞ്ഞയും കൂടെ ആവും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് പൂച്ചവാലിൻ്റെ ചെടിയാണ്. 30 രൂപയ്ക്ക് ഓരോരോ തൈകളും നൽകും. പൂവിട്ട തൈകളാണ്. നിറയെ ഇല കാണാണ്ട് നിറയെ പൂവുണ്ടാവും കേട്ടോ. ഇത് പൂവിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. ഇത് ചീരാമുളകിൻ്റെ തൈയാട്ടോ. പൂവിട്ട് ഇതാ കായെടുത്ത തൈയാണ്. ഈ തൈ 30 രൂപയ്ക്ക് നൽകും. ചെറിയ തൈ വേണ്ടവർക്ക് അതുമുണ്ട്. അത് 20 രൂപയ്ക്ക് നൽകുക. ചീരാമുളകിൻ്റെ തൈ കുറച്ച് വെയിൽ കുറഞ്ഞാലൊക്കെ നിറയെ കായ ഉണ്ടാവും കേട്ടോ. പ്രത്യേകമായിട്ട് നമ്മളൊന്നും ചെയ്യണ്ട. എല്ലായ്പ്പോഴും എൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും ചീരാമുളക്. ഇത് വള്ളിച്ചീരയാണ് കേട്ടോ. നല്ല ഔഷധ ഗുണമുള്ള ചീരയാണ്. ഇതിൻ്റെ ചെറിയ തൈ 20 രൂപയ്ക്കും ഈ വലിയ തൈ 30 രൂപയ്ക്കും നൽകും കേട്ടോ. പടർത്തി കൊടുത്താൽ നല്ലതാണ്. നല്ല ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ് വള്ളിച്ചീര. നിങ്ങൾ ഇതിൻ്റെ ഔഷധ ഗുണത്തിനെ പറ്റി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഗൂഗിളിൽ അപ്പം അറിയാം. ഇത് ഭൃംഗരാജിൻ്റെ ചെറിയ തൈകളാട്ടോ. ഭൃംഗരാജിൻ്റെ ഓരോരോ തൈകളും 10 രൂപയ്ക്ക് നൽകിയ ചെറിയ തൈകൾ. ഇത് നമുക്ക് വെളിച്ചെണ്ണ നീരിറക്കാനും ഒക്കെ ഉപയോഗിക്കാൻ നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. കയ്യോന്നി എന്നും പറയും, ഭൃംഗരാജ് എന്നും പറയും. ഇനി ഞങ്ങളിവിടേക്ക് കയ്യോന്നി എന്നാട്ടോ പറയൽ. അപ്പം ഞാൻ ഓരോന്നിനും നോക്കിയപ്പോഴാണ് ഇതിന് ഭൃംഗരാജൻ എന്നുള്ള പേരും കൂടെ ഉണ്ട്. ഇത് കാക്കപ്പൂവിൻ്റെ ഈ ചെടി ആവശ്യമുള്ളവർക്ക് ഫ്രീ ആയി തരും കേട്ടോ. ഇതിൻ്റെ നീലയുണ്ട് എൻ്റെ കയ്യിൽ. 2-3 കളറുണ്ട് കാക്കപ്പൂവിൻ്റെ. ഇതൊരു ചട്ടിയിൽ ബുഷായി നിർത്തിയാൽ നല്ല ഭംഗിയാട്ടോ. അതിൻ്റെ വിത്ത് വീണ് ഇങ്ങനെ മുളയ്ക്കും നിറയെ. നീലയുണ്ട്. ഇതുകൊണ്ട് വേറൊരു കളറുണ്ട്. ഇത് പിന്നെ 10 മണി ചെടിയാണ്. 10 മണീൻ്റെ ഡബിൾ പെറ്റലാണ്. എല്ലാം 10 രൂപയ്ക്ക് 4 കട്ടിങ്സ് വീതം നൽകും. അത് എൻ്റെ കയ്യിൽ 3 ടൈപ്പ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഓരോരോ പൂ ഓരോരോ റോസ് പൂവിൻ്റെ അത്ര ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. എല്ലാം ഡബിൾ പെറ്റിൽ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. കണ്ടില്ല, ഒരു റോസ് പൂവിൻ്റെ അത്ര ഉണ്ട് കേട്ടോ. 4-5 കളർ ഉണ്ടായിരുന്നു. ഇപ്പം ഇത്രയേ ഉള്ളൂ. മറ്റൊക്കെ ഇനി ആയി വരണം. ഇത് അറേബ്യൻ മുല്ല എന്ന് പറയുന്ന ഒരു മുല്ലയാണ്. നല്ല സ്മെല്ലാണ്. ഡബിൾ പെറ്റലാണ്. നിറയെ പൂവ് മൊട്ടുണ്ട്. ഈ വലിയ ചെടി കുറച്ച് നല്ല വലിയ ചെടി കേട്ടോ. 3-4 കൊല്ലം പഴക്കമുള്ള ഈ ചെടി ഞാൻ 60 രൂപയ്ക്ക് നൽകും. ഇതിൻ്റെ ചെറിയ തൈ വേണ്ടവർക്ക് 30 രൂപയ്ക്ക് ഉണ്ട് കേട്ടോ. നിറയെ പൂവാണ്. ചെറിയ തൈയും മുട്ടിട്ടതാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.